సినిమాలో మిమ్మల్ని ఎక్కడన్నా 1% డిస్సాటిస్ఫాక్షన్ చేసినా నా ఇంటి అడ్రస్ పెడతా రండి. ഹൃദയ കലാസ്നേഹികളെ, ലോട്ടറി അടിച്ച് ജീവിതം രക്ഷപ്പെട്ട മനുഷ്യരെ പറ്റി കേട്ടിട്ടില്ലേ? ഒന്നുമില്ലാത്തവർ ഒറ്റയടിക്ക് അംബാനികളാകുന്ന പ്രപഞ്ച പ്രതിഭാസം. ലെറ്റ്സ് സേ അത് ഇന്ത്യ എന്ന രാജ്യത്തെ ചലച്ചിത്ര ശ്രേണിയിൽ അതൊരുവന് പലവട്ടം അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ സ്നേഹത്തോടെ ഡാർലിംഗ് എന്ന് നമ്മളല്ല, അങ്ങ് തെലുങ്ക് ദേശത്തെ ചലച്ചിത്ര ആസ്വാദകർ വിളിക്കുന്നൊരുവനുണ്ട്. അതെ ഗസ്, അത് തന്നെ, മറ്റാരുമല്ല, നമ്മുടെ ഡിനോസർ പ്രഭാസ് ഗരുവാണ് ആ മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു ദ വൺ ആൻഡ് ഓൺലി ഭാഗ്യക്കുറി സ്റ്റാർ, എ.കെ.എ. ലോട്ടറി സ്റ്റാർ. ബാഹുബലി എന്നൊരു ഒറ്റ പടം കൊണ്ട് പാൻ ഇന്ത്യൻ സ്റ്റാറായ അദ്ദേഹം ഇപ്പോഴും ആ മരത്തണലിൽ കയറി ഒളിച്ചിരിക്കുവാണ്. കണ്ടമാനം PR വർക്കും ഫാൻ പൗരം കൊണ്ട് മാത്രം പാൻ ഇന്ത്യൻ സ്റ്റാറായി തുടരുന്ന ഒരു പടുമരമാണ് പ്രഭാസ് ഗരു. അല്ല, എന്നോട് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഓവർ റേറ്റഡ് സ്റ്റാർ ആരാണെന്നൊരു ഒറ്റ ചൂണ്ടലങ്ങ് ചൂണ്ടാൻ പറഞ്ഞ നേരെ എന്റെ നടുവിരൽ പ്രഭാസ് ഗരുവിന്റെ ഉച്ചിയിലോട്ട് തന്നെ ചൂണ്ടി നിൽക്കും. നല്ല പടങ്ങൾ ഇല്ല എന്നല്ല, വിരലിൽ എണ്ണാവുന്ന നല്ല പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ രാജമൗലിയും ബാഹുബലിയും ഇല്ലായിരുന്നെങ്കിൽ അങ്ങേര് എങ്ങനെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയേനെ? ഭഗവാൻ ഉണ്ടെങ്കിൽ അങ്ങേരും പിന്നെ പ്രഭാസ് ഗരുവിന്റെ അച്ഛനും അമ്മയും അനുഗ്രഹിച്ചു നൽകിയ നല്ലൊരു ജെനറ്റിക്സ് ആൻഡ് ഫിസിക്സ് ബയോളജി അങ്ങേർക്കുണ്ട്. ഒപ്പം ഇരുട്ടത്തെടുത്ത ലോട്ടറി പൊട്ടനെ വെളിച്ചത്തടിച്ചു എന്ന് പറയുന്ന പോലെ ബാഹുബലി വന്ന് അങ്ങേരെ തലയെ കൂടെ വീണ്. അല്ല, ആ പടം വാസ് ഓസം. ആൾസോ അതായിരുന്നു പ്രഭാസിന്റെ പീക്ക്. ആഫ്റ്റർ ദാറ്റ് ഒരു പടം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? സലാറ് പോലും KGF പോലെയാണ് പണി വെച്ചേക്കണം. അത് മോശമെന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് ബാഹുബലി ലെവലിൽ ഒരു പടം പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടേ ഇല്ല. അതിനുശേഷം കിട്ടിയ പാൻ ഇന്ത്യൻ സ്റ്റാർഡം ഇങ്ങനെ തട്ടിപ്പൊത്തി കൊണ്ട് നടക്കുകയാണ്. ചിലപ്പോ ഒക്കെ എനിക്ക് തോന്നിപ്പോവും KGFന് ശേഷം യാഷിന്റെ അവസ്ഥയും ഇതുപോലെ ആയി പോണെന്ന് തോന്നുന്നു. ആ ഗീത് വെച്ച് എന്നാ നമ്മൾ കുറെ പറഞ്ഞു പോയി കേട്ടു. നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. സോ ഈ പടം ആരംഭിക്കുന്നത് കാട്ടിലേക്ക് ഒരുത്തൻ ഒരു മൺചട്ടിയുമായി പോകുന്നതും കാണിച്ചാണ്. ഒന്ന് ശ്രദ്ധിക്കണം, ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് തമനാണ്. പുള്ളിയോട് പറഞ്ഞത് ഒരു ഹൊറർ ഫാന്റസി ടൈപ്പ് കോമഡി സാധനമാണ്. അപ്പൊ ആരും എവിടെയും കേട്ടിട്ടില്ലാത്തൊരു പുതിയ ടൈപ്പ് ഫാന്റസി മ്യൂസിക് തന്നെ നിങ്ങൾ ചെയ്തു തരണം കേട്ടാ. പിന്നെന്താ അതാ പിടിച്ചോന്ന് പറഞ്ഞ് പുള്ളി നേരെ പോയി ഹാരി പോട്ടർ 5 വട്ടം കുത്തിയിരുന്നും കണ്ട് അതിലെ മ്യൂസിക് അതേപോലെ ചൂണ്ടി ഇതിലങ്ങ് വെച്ച്. അങ്ങനെ ആ കൊടൂരമായ ആമസോൺ കാടിന്റെ ഒത്ത നടുക്കൊരു വലിയ കൊട്ടാരത്തിലേക്ക് വെപ്പ് വല്ലം ചട്ടിച്ചോറോട്ട് അകത്തോട്ട് കയറി ചെല്ലാണ്. അവിടെ തുടങ്ങും നമ്മുടെ ചതിക്കാത്ത ചന്തുക്കളി. ഇവിടെ ഇടം നമ്മ മലയാളികൾ പണ്ട് ഈ തലയിലത്തെ പ്രേതത്തിനൊക്കെ ചതിക്കാത്ത ചന്തുവിൽ വിട്ടതാണ്. അതിനകത്ത് കയറി ഇങ്ങനെ ആ പ്രേതം മുറിക്കും. ശേഷം നമ്മുടെ ഗാരുവിന്റെ എൻട്രിയാണ്. അവിടെ വെറുതെ ക്യൂട്ട്നെസ് കാണിച്ചിരുന്ന ഒരു പെണ്ണിന്റെ ദേഹത്തേക്ക് ഒരുത്തം വന്ന് തട്ടുകയാണ്. അത് നമ്മുടെ ഗാരുവിന് ഇഷ്ടപ്പെടില്ല. പുള്ളി ഒരു ഉള്ളിച്ചാക്കിന്റെ പുറത്ത് റോസാപ്പൂ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫ് നോക്കുക ഡയലോഗ് അങ്ങ് പറയും. പൂക്കളെയും പെണ്ണുങ്ങളെയും സോഫ്റ്റ് ആയിട്ട് മാത്രമേ ഇങ്ങനെ ഡയലോഗ് അടിച്ച് ഗാരുവിന് ഈ സിനിമയിൽ 3 പെണ്ണ്. അനുവാദമില്ലാതെ സ്ത്രീയുടെ ദേഹത്ത് കൈവച്ച് അവന്റെ തല വെട്ടണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ പോയി മനോഹരി കളിച്ചോന്നല്ലടാ. ഒരു കൊമേഴ്ഷ്യൽ മസാലപ്പടത്തിൽ നായകന്റെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്താണ് വരിക? അത് തന്നെ ഗൈസ്, ഒരു പാട്ട്. ബട്ട് ഈ പാട്ടിലെ വരികളെല്ലാം പ്രഭാസ് ഗരു തന്റെ ഫാൻ അസോസിയേഷനിൽ വിളിച്ചു പറഞ്ഞു, എന്നെ പൊക്കി പറഞ്ഞ് പാട്ടെഴുത്തൽ മത്സരം ഞാൻ നടത്തുന്നുണ്ട്. അതിൽ തിരഞ്ഞെടുക്കുന്ന ബെസ്റ്റ് പാട്ട് എന്റെ അടുത്ത കോണത്തെ സിനിമയായ രാജാ സാബിൽ ഞാൻ ഇന്റർവ്യൂവിൽ തന്നെ ഉപയോഗിക്കുമെന്നൊരു ഓഫർ കൊടുത്തിരിക്കണം. അതനുസരിച്ച് അവർ എഴുതി വെച്ച പാട്ടായിരിക്കണം ദേ ഇത്. ഇനിയിപ്പം നെറ്റിയിൽ കൂടെ സ്വയം പാൻ ഇന്ത്യൻ എഴുതി ഒട്ടിക്കാത്തതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? പ്രഭാസ് ചോറ് തിന്നുമ്പോ അതൊരു നോർമൽ സ്റ്റാർ അല്ല ചോറ് തിന്നുന്നത്. പാൻ ഇന്ത്യൻ ഡാർലിംഗ് ഡൈനോസർ സ്റ്റാർ ആണ് ചോറ് തിന്നുന്നത്. പ്രഭാസ് കക്കൂസിൽ പോകുമ്പോ അതൊരു നോർമൽ സ്റ്റാർ അല്ല കക്കൂസിൽ പോകുന്നത്. പാൻ ഇന്ത്യൻ ബാച്ചിലർ സ്റ്റാർ ആണ് കക്കൂസിൽ പോയിരുന്ന് മുക്കുന്നത്. നമ്മൾ സിനിമയിലേക്ക് വന്നാൽ ഗാരുവിന്റെ സൈഡിൽ നിൽക്കുന്ന ആ കുട്ടിയെ കണ്ടു, ഈ അമ്മൂമ്മയെ കണ്ടു. ഇതാണ് ഗാരുവിന്റെ അമ്മൂമ്മ. ഗാരു ജീവിക്കുന്നത് അമ്മൂമ്മയ്ക്കൊപ്പമാണ്. മറ്റേത് ഗാരുവിന്റെ ഒരു നായിക. ഗാരുവിന്റെ അമ്മൂമ്മയ്ക്ക് അൽഷിമേഴ്സ് ആണ്. അവർ
നമ്മൾക്ക് ആകെ ഓർമ്മയുള്ളത് അപ്പൂപ്പനെയാണ്. പിന്നെ ഗാരു ഇടയ്ക്കിടയ്ക്ക് കരയും, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്യും. നേരത്തെ കണ്ട ആ പെണ്ണിന്റെ അച്ഛൻ്റെ നിന്ന് 15 ലക്ഷം രൂപ കടം വാങ്ങിച്ചേക്കാണ്. അത് തിരിച്ചു കൊടുത്തിട്ട് ഇനി അവരെ വീട്ടിൽ നിന്ന് പ്രഭാസ്കാരും ഇറങ്ങുമെന്ന് പറഞ്ഞു ആ പെണ്ണിന്റെ കൂടെ അവിടെ കയറി താമസിക്കുകയാണ് വിത്ത് അമ്മൂമ്മ. ഈ പടത്തിന് ഒരു കണ്ടിന്യൂറ്റി ഇല്ല ഗൈസ്. ചിരിച്ചുകൊണ്ടിരിക്കണ ഗാനു പെട്ടെന്ന് കരയണ കാണാം, കരയണ ഗാരു പെട്ടെന്ന് ഡാൻസ് കളിക്കണ കാണാം. എന്തായാലും കുറച്ചൊക്കെ ഗാരു ഇതിനകത്ത് അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പുഴ ഒഴുകും പോലെയാണ് ഇതിലെ കഥ. എവിടെ നിന്നൊക്കെയോ വഴിമാറി ഒഴുകി ഒടുക്കെ എല്ലാ പുഴയും കടലിൽ വന്ന് ചേരുന്ന പോലെയാണ് ഇതിലെ കഥയും. ഇനി ഗാരുവിന്റെ അമ്മൂമ്മയുടെ ജീവിതത്തിൽ ഒരു ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അങ്ങനെ ഇരിക്കെ വർഷങ്ങളായി തേടിക്കൊണ്ടിരിക്കുന്ന അപ്പൂപ്പനെ പെട്ടെന്നൊരു ദിവസം അവരൊരുത്തിന്റെ ഫോണിൽ കണ്ടെത്തുകയാണ്. അതിനിടയിൽ കുറച്ച് ക്രിഞ്ചൊക്കെ വേണ്ടേ. ഗാരു ഈ സന്തോഷം വിളിച്ച ഒരാളെ അറിയിക്കുന്നതിനിടയിൽ സന്തോഷം കൊണ്ട് നിക്കറിടാൻ മറന്നുപോയി ഗാരു ഒന്ന് വെളിയിൽ ഇറങ്ങി നിൽക്കുക. അല്ല നിക്കറിട്ടുണ്ടല്ലോ, അല്ല ഇവളും മുണ്ടുടിപ്പിക്കണ്ടപ്പോ ഞാൻ വിചാരിച്ചവ നിക്കറിടാതെ നീക്കിയിരിക്കുന്നു വെളിയിൽ. എവിടെമാരി കൊള്ളാലോ ഡാർലിങ്ങിനെ ഇവളുമാരെല്ലാരും കൂടെ നോക്കി പ്രസവിച്ചളഞ്ഞാലേ ഇപ്പം. അങ്ങനെ തന്റെ അപ്പൂപ്പനെ തേടി പ്രഭാസ് ഗാരു AKA രാജാ സാബ് മറ്റൊരു നാട്ടിലേക്ക് പോകുകയാണ്. അവിടെ വെച്ച് അതാ രണ്ടാമത് നായികയെ കാണുകയാണ്. കണ്ട മാത്രമേ വന്ന ഓട്ടോ പിടിച്ചൊരു കറക്ക്. പുള്ളി 14 ജില്ലയിലും സ്വന്തം പതാക ഉയർത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഏത് പെണ്ണിനെ കണ്ടാലും അപ്പക്കര പ്രേമം തോന്നും. അത് ചർച്ചെന്നില്ല, ചാവടിയന്ത്രമൊന്നുമില്ല, അത് സിസ്റ്റർ എന്നില്ല, സിനിമ നടി എന്നില്ല. ഈ ഡയറക്ടറൊക്കെ വിചാരം ഓഡിയൻസ് എന്ത് കാണുമെന്നാണ് എന്തോ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് പ്രഭാസ് ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആണല്ലോ. ഏത് അങ്ങനെ കന്യാസ്ത്രീ ആകാൻ പോണ കുട്ടിയോട് പ്രണയം തോന്നിയ ഗാരുവിനെ സെന്റ് കാണിക്കാൻ ഒരു അവസരം ഡയറക്ടർ കൊടുക്കുകയാണ്. അവിടെ ഒരു കുട്ടിയെ പരിചയപ്പെടും. അവിടെ നമ്മൾ കുറച്ച് കോമഡി എല്ലാം കാണും. ആ ബാക്കിരിക്കുന്ന അപ്പൂപ്പനെ നോക്ക്, ഇവന്റെ ചളിയെല്ലാം കേട്ട് അങ്ങനെ ബാത്റൂമിൽ പോകാൻ മുട്ടിയിരിക്കുകയാണ്. കണ്ടാമോ നോക്ക്. പിന്നെ ഗൈസ് അവിടെ ഇരുന്ന കുട്ടിയില്ലേ, ആ കുട്ടിക്ക് ഹൃദയത്തിൽ ഒരു ശാസ്താംകൂട്ട കത്രിക വേണമെന്ന്, ഐ മീൻ ഓപ്പറേഷൻ വേണമെന്ന്. അപ്പൊ തന്നെ സങ്കടം മൂത്ത ഗാരു തന്റെ കയ്യിലുണ്ടായിരുന്ന 5 ലക്ഷം രൂപയിൽ 3 ലക്ഷം രൂപ പള്ളി ചാരിറ്റി കൊണ്ട് സംഭാവന ചെയ്ത് ടോണിച്ചാനാകും. നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത്. എല്ലാരും 1000 2000 തരുമ്പോ 3 ലക്ഷം രൂപ തന്ന സഹായിച്ച ആ നല്ല മനുഷ്യനെ കാണാൻ നായിക വെമ്പുകയാണ്. ഫോട്ടോ കണ്ടതും അവൾക്ക് അങ്ങ് ക്രഷ് അടിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഗാരു തന്റെ അപ്പൂപ്പനെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ ദേ ഈ കാലിന്മേ കാലി കയറ്റി വെച്ചിട്ടുള്ള നിത്യ പോലീസുകാരന് 5 ലക്ഷം രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തു. അവരെ പഴയ കഥയൊക്കെ പറയാണ്. അതായത് ഏറെ വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. കൊട്ടാരത്തിലെ അന്തേവാസിയാണ് ദേ ഇദ്ദേഹം. ഗാരുവിന്റെ മുത്തശ്ശിയായിരുന്നു അവിടുത്തെ രാജ്ഞി. രാജ്ഞി വളരെ വലിയ ദാനശീലമായിരുന്നു. ഒരുപാട് സമ്പത്തും ഒരു വലിയ ആമട പെട്ടിയും ഒക്കെ ഉണ്ട്. ബട്ട് ആദ്യം കാണിച്ച ഗൂർക്കയില്ലേ, അങ്ങനെ ആ പെട്ടിയും സ്വത്തും ഒക്കെ അടിച്ചു മാറ്റി നാട് വിട്ടത്രേ. ഇത് തപ്പിയാണ് നമ്മുടെ അപ്പൂപ്പനായ സഞ്ജയ് അപ്പൂപ്പൻ ആ പെട്ടി തപ്പി പോകുന്നത്. പിന്നീട് തിരിച്ചു വന്നില്ല അത്രേ. അങ്ങനെ ഒറ്റപ്പെട്ടാണ് നമ്മുടെ ഗാരുവിന്റെ അമ്മൂമ്മ കഴിയുന്നത്. ഇത്രയും നാളും അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു. അതിന്റെ ഇടയിൽ കൂടെ അവർക്ക് എൽഷിമേസും വന്ന് കഷ്ടം തന്നെ. ശേഷം നമ്മുടെ ഗാരു ഡാർലിംഗ് ആയി വന്ന് പള്ളിയുടെ റിസപ്ഷനിലോട്ട് നേരെ കയറി ചെല്ലുകയാണ്. പള്ളി റിസപ്ഷനകത്ത് ആരായിരിക്കണേ? നമ്മുടെ നായിക. അല്ലടാ, അത് പള്ളി റിസപ്ഷൻ അല്ല, അത് കുമ്പസാര കൂട്ടായിരുന്നു. സോറി, കുമ്പസാര കൂട്ടിനകത്ത് കയറി ഇരുന്നിട്ട് എന്താ അതിനകത്ത് ഒന്നുമില്ല, ഒരു പാട്ട്. ശരിക്കും ഇതിലെ പാട്ട് സോങ് കണ്ടപ്പോഴേ പുള്ളിക്ക് ശരീരം ഒന്നും അനക്കാൻ വയ്യ. സ്റ്റെപ്പൊക്കെ നോക്ക്. ചിലരൊക്കെ പറഞ്ഞത് പുള്ളിക്ക് വയ്യെന്നാണ്. ശാരീരിക അസ്വസ്ഥത ഉള്ള സമയത്താണ് ഈ പടം ഷൂട്ട് ചെയ്തത്. ശരീരം അനങ്ങാത്ത ഡാൻസ് കളിക്കുന്ന പാൻ ഇന്ത്യൻ സ്റ്റാർ ആകെ എനിക്കറിയാന്നുള്ളത് അജയ് ദേവ്ഗണാണ്. ഇതിപ്പോ പ്രഭാസം തുടങ്ങിയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്. പ്രഭാസിന്റെ മുത്തച്ഛൻ നമ്മൾ വിചാരിച്ച പോലെ ഒരു നല്ല വ്യക്തിയല്ല, പുള്ളി ഒരു കൊടും കള്ളനാണ്. ദൈവം നമ്മുടെ പാവൻ നണ്ണിന്റെ അവളെ ഹിപ്നോട്ടൈസ് ചെയ്ത് കയ്യിലുള്ള പൈസയൊക്കെ അടിച്ചോണ്ട് പോയവനാണ് ഇവൻ. പുള്ളി ഫ്ലൂട്ടിസ്റ്റ് ആണ് ഗൈസ്. ആൾക്കാരെ മനസ്സൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. ആൾക്കാരെ മനസ്സ് നിയന്ത്രിക്കുമ്പോൾ നെറ്റിലെ ഹൈവേ തിളങ്ങും. അപ്പൊ ഇവരെ കണ്ണും തിളങ്ങും. പിന്നെ പുള്ളി ഇവരെ കൺട്രോളിലങ്ങ് ആക്കുകയാണ്. അങ്ങനെ അവളെ നിന്ന് പണം അടിച്ചോണ്ട് പോയ ഒരു ചരിത്രമുണ്ട്. ഇവനാണ് കൊച്ചുമോനെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവൾ ഇവനെ വിളിച്ച് പണം ചോദിക്കും. അതും പോരാത്തിന് മറ്റേ പോലീസുകാരന് 2 ലക്ഷം രൂപ കൊടുത്തു. 3 ലക്ഷം രൂപ കൊടുത്തില്ലല്ലോ. ആ 3 മറ്റേ കൊച്ചിനെ കൊടുത്തത്. അപ്പൊ അങ്ങേരും പറയും പെട്ടെന്ന് പണമായിട്ട് ഇവിടെ വന്നില്ലെങ്കിൽ നിന്നെയൊക്കെ അമിതാഭ് ബച്ചനെ കൊണ്ട് ഇടിപ്പിക്കുമെന്ന് പറയും. അത് പറഞ്ഞു തീർന്നതും മാതാ അവിടെ നമ്മുടെ മാളവിക മോഹൻ ഒരു പെട്ടി പണവുമായി അവിടെ വരികയാണ്. പടം 3 മണിക്കൂറുണ്ട് ഗൈസ്. ആൾക്കൊന്നിന്റെ 1 മണിക്കൂർ വെച്ച് മൊത്തം 3 നായിക ഉണ്ട് പ്രഭാസിന്. സാധാ സ്റ്റാറിനല്ലേ ഒറ്റ നായിക, പാൻ ഇന്ത്യൻ സ്റ്റാറിന് 3 നായിക വേണം. വന്ന് ഗാരു നിങ്ങൾ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ളത് മാറ്റി പാൻ ആന്ധ്ര സ്റ്റാർ എങ്കിലും ആയി നിന്നാ മതി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആദ്യ പുരുഷൻ ഒരു അപരാധം പടച്ചുവിട്ടത് ഓർമ്മയില്ലേ? Keep one seat for our Hanumanji. Home, you're coming to my room. Home. I'm coming to your room. ആ
യവനെ പിടിച്ച് ഇപ്പോഴും റൂമിൽ അടച്ചിട്ടേക്കാണെന്ന്. ഇതുവരെ തുറന്നു വിട്ടില്ലെന്നാണ് അറിയാൻ പറ്റിയ. ഹനുമാൻജിക്ക് കസേര കിട്ടാത്തോണ്ട് പ്രഭാസ് മടിയിലിരുത്തിയാണ് ഹനുമാൻജീനെ ആദ്യ പുരുഷ കാണിച്ചത്. ഇന്നിതാ ഇതിന്റെ ഡയറക്ടർ വീട്ടിൽ കയറി വെട്ടിക്കൊള്ളനാണ് വെല്ലുവിളിച്ചേക്കണം. എന്നിട്ട് നാട്ടുകാർ വീട്ടിൽ കയറിയപ്പോഴാണ് അറിഞ്ഞ അയാള് വീടും വിറ്റ് വിലാസവും മാറ്റി ജെൻഡർ വരെ മാറ്റി ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലാകണ്ടെയാണെന്നാണ് അറിയാൻ പറ്റിയ. ഓൾറെഡി സിനിമയിലേക്ക് വന്നു പെട്ടെന്ന് അതാ അവിടെ ഒരു കള്ളം വന്ന് ആ പെട്ടി അടിച്ചോണ്ട് പോവുകയാണ്. എടാ അവ ഇത് ഇപ്പൊ ഉണ്ടായതാടാ അവൻ. എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്? രാജാസാബ് അങ്ങനെ പെട്ടി മോട്ടിച്ചോണ്ട് പിറകെ പോയി പെട്ടിക്കള്ളന്മാരെ എടുത്തിട്ട് ഇടിക്കുകയാണ്. ഇതൊക്കെ എന്താണ് ഇതിനകത്ത് നടക്കണത്? പ്രഭാസ് അണ്ണൻ ഫസ്റ്റ് ഡേ കളക്ഷൻ എങ്ങനെയുണ്ട്, പടം എങ്ങനെയുണ്ടെന്ന് ഡയറക്ടറെ അടുത്ത് വിളിച്ച് ചോദിച്ചു. പടം ഫസ്റ്റ് ഡേ എന്നെ പൊട്ടി തരുന്ന ഡയറക്ടർ അതിന്റെ സ്വരത്തി പ്രഭാസിന്റെ അടുത്ത് പറഞ്ഞു ബ്ലോക്ക് ബസ്റ്റർ എന്ന്. ആ സന്തോഷത്തിൽ 2 അടിച്ച് കിടന്നുറങ്ങിയ പ്രഭാസ് പിറ്റേ ദിവസം പബ്ലിക് റിയാക്ഷൻ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായ ആ പന്നി പറഞ്ഞത് ബ്ലോക്ക് ബസ്റ്റർ എന്നല്ല, ബ്ലോക്ക് ബാസ്റ്റർ എന്നാണെന്ന്. ഫൈറ്റ് ഇടയിൽ പെട്ടി തെറിച്ചൊരു ഉറിയുടെ മോളിൽ പോയി തൂങ്ങി കിടക്കുകയാണ് ഗൈസ്. ആരും ഒരു കെട്ടിടത്തിന്റെ മോളിൽ കയറി ഉറിയാടി മോനേന്നൊരു വിളിയും വിളിച്ചൊരു ചാട്ടം. എന്നിട്ട് അപ്പൊ തന്നെ ഒരു റൊമാൻസ് അങ്ങ് വെച്ചു കൊടുക്കും. 14 രാവുദിച്ചതു മാനത്തോ. പാവ അതുവഴി പുളി വാങ്ങാൻ പോയ നമ്മുടെ മറ്റേ നായകക്ക് ഇത് കണ്ട് സങ്കടമാവും. അപ്പൊ തന്നെ അവള് തീരുമാനിക്കും ഇനി മുതൽ ഞാൻ തന്നെ കർത്താവിന്റെ സെക്കൻഡ് വൈഫ്. എനിക്ക് കർത്താവിന്റെ മണവാട്ടി ന്യായം മതി. പക്ഷെങ്കിൽ ഗൈസ് നമുക്ക് തെറ്റി. പ്രഭാസ് ഇതിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി കാണിക്കും. ഇവളടുത്ത് ഇപ്പൊ സ്നേഹം എന്ന് പറഞ്ഞു ഒന്ന് രാത്രിയാകുമ്പോ അത് മറ്റുള്ളടത്താകും. അന്ന് രാത്രി അടിച്ച് പൂസായി നിൽക്കുന്ന പ്രഭാസിന്റെ മുന്നേ ഐസ്ക്രീം സാരി എടുത്ത് നമ്മുടെ മാള് വരെയാണ്. പക്ഷെ പ്രഭാസിന് തോന്നും അത് നമ്മുടെ മാലാഖയാണെന്ന്. മുതുകത്ത് വിരിഞ്ഞ ചിറകുണ്ട പ്രഭാസ് താനെടുത്ത മുണ്ട് വലിച്ചൊരു കടുങ്കൈ കാണിക്കും. ഇതുപോലൊരു കോമാളിത്തരം പാനിന്റെ സ്റ്റാർ ആയിട്ട് നിങ്ങൾ ചെയ്തു കളഞ്ഞുള്ള പ്രഭാസ്. ഇങ്ങേർക്കുള്ള PR അവർക്ക് സത്യം പറഞ്ഞ യേശു ക്രിസ്തുവിന് പോലും ഇല്ലായിരുന്നു. എന്തായാലും ഫുൾ മേക്കപ്പ് ഇട്ട ദൈവത്തിന്റെ മണവാട്ടിയെ കണ്ടതും പ്രഭാസ്കാര് മുണ്ടും പൊക്കി അങ്ങനെ നിൽക്കുകയാണ് അവിടെ. അന്ന് രാത്രി അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. പിറ്റേ നിണിച്ച ഗാരുവിന് ഒന്നുമേ ഓർമ്മയില്ല. മറ്റവളാണെന്നും പറഞ്ഞ് ഗാരു ഇവള് വെച്ച് കടിച്ചു കൊടുക്കും. ഒറ്റ രാത്രി കൊണ്ട് ഇൻസ്റ്റാളേഷനും നടന്ന് സീലും വെച്ച. എന്നിട്ട് അവനത് ഓർമ്മയില്ലെന്ന്. ചെത്തു പയനാണെങ്കിലും കെട്ടാൻ ആളില്ലെന്ന് പാട്ടും പാടിയിട്ട് എന്താണിത് കാണിക്കണ കാര്യം? കൊച്ചു പിള്ളേരെയൊക്കെ പിടിച്ച് മടിയിലിരുത്തണം. അതൊക്കെ മോശമാണ് കേട്ടാ. ഗവളം തരുത് അടച്ച വെണ്ണ അങ്ങോട്ട്. ഗൈസിനി ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ മാളു ശരിക്കും പറഞ്ഞാൽ ആമാടെ പെട്ടി അടിച്ചോണ്ട് പോയിന്ന് ആരോപിക്കപ്പെട്ട അപ്പൂപ്പന്റെ കൊച്ചുമകളാണ്. അയാള് പറഞ്ഞിട്ടാണ് അത്രേ ഗാരുവിനെ ഇവള് കറക്കിയെടുക്കണം. പക്ഷെ ഇവക്ക് യഥാർത്ഥത്തിൽ പ്രേമമായി പോകുന്നവന്റെ അടുത്ത്. യോ അത് കഴിയുമ്പോഴാണ് അറിയണ അമ്മുമ്മനെ കാണാനില്ലെന്ന്. അമ്മുമ്മയ്ക്ക് അൽഷിമേഴ്സ് കൂടി രാത്രി ഒറ്റയ്ക്കൊരു സഞ്ചിയായിട്ട് അവർ ഏതാ പബ്ബിലോട്ടാണ്ട പോയെന്ന്. റോഡിലൂടെ മുത്തശ്ശി അങ്ങനെ നടന്ന് എറണാകുളം ബസ് സ്റ്റാൻഡിന്റെ നടുക്ക് ജീവിതം നന്നായി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ നടുക്കോട്ട് വന്ന് കുത്തിയെങ്കിരിക്കും. അല്ലേ തള്ളക്ക് വേറെ എവിടെയും സ്ഥലം കിട്ടിയില്ല ഇരിക്കാൻ. സുനാം വരുമ്പോ അതിനെ നടുക്ക് കയറി നിക്കണമെന്ന് പറഞ്ഞണക്കാണ്. ഗാരു അങ്ങനെ അമ്മുമ്മയെ തപ്പി ഇറങ്ങുമ്പോ റോഡിന്റെ ഒരു ഒത്ത നടുക്കെ അമ്മുമ്മയുടെ സഞ്ചി അവിടെ കിടക്കുകയാണ്. ഇവിടെ അമ്മുമ്മയ്ക്ക് ഈ ഒരു സഞ്ചി മാത്രമേ ഉള്ളൂ. സഞ്ചി കണ്ടത് ഇങ്ങനെ തിരിച്ചറിഞ്ഞ് അതുപോലെ പട്ടിക്കുഞ്ഞിനെ ആരെങ്കിലും കൊണ്ട് കളഞ്ഞത് പോയിക്കൂടെ? എന്തായാലും ഗുണ്ടകൾ അമ്മുമ്മയെ പൊക്കി. അവർ ഗുണ്ടകളല്ലേ, അവർക്ക് തട്ടിപ്പറിക്കാനല്ലേ അറിയൂ. അങ്ങനെ അമ്മുമ്മയുടെ താല് തട്ടിപ്പറിക്കുന്ന നേരം അത് അവിടെ നമ്മുടെ നായിക എത്തുന്നു. പിന്നെ നായിക അവിടെ കിടന്ന് പറന്നടിക്കുന്നു, ചാടി ചവിട്ടുന്നു. ആകെ ബഹളം തന്നെ. ഒടുവിൽ ഇവളെ അഹങ്കാരം സഹിക്കാൻ വയ്യാതെ നമ്മുടെ ഗുണ്ടറോൺസം വന്ന് അവളെ കൈകാര്യം ചെയ്യും. അതുവരെ ഗാലറിയിൽ ഇരുന്ന് കളി കൊണ്ടുകൊണ്ടിരുന്ന നമ്മുടെ പ്രഭാസണ്ണൻ കളത്തിലിറങ്ങും. എന്നിട്ട് റോൺസന്റെ കവട്ട നോക്കി ഒറ്റ അടി. അടിച്ച അടിയിൽ റോൺസന്റെ കാല് തിരിഞ്ഞ് മുകളിലോട്ട് വന്ന്. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല. അത് കഴിഞ്ഞ് തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നു നമ്മുടെ മറ്റേ ആമാടപ്പെട്ടി കൊണ്ടുപോയ മനുഷ്യനെ പ്രഭാസ് പോക്കും. എന്നിട്ട് അങ്ങേരെ എടുത്തിട്ട് അലക്കും. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ മാളവിക വന്ന സത്യം പറയണത് ഇത് അവളെ അപ്പൂപ്പനായിരുന്നെന്ന്. അത് കേട്ട് പ്രഭാസ് ഞെട്ടൂല, ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അങ്ങേരെ വായന സത്യങ്ങളെല്ലാം ചോദിച്ചറിയും. ശേഷം അങ്ങേരെ നഗ്ന സത്യം വിളിച്ചു പറയുകയാണ്, ശരിക്കും ഞാനല്ല ആ പെട്ടി കെട്ടത്, ആ കൊടും ക്രൂരൻ നിന്റെ അപ്പൂപ്പനായിരുന്നു. അയാൾ ഒരു വലിയ പണക്കൊതിനായിരുന്നു മോനെ. നാട്ടിലുള്ള എല്ലാവർക്കും ചക്കപ്പുഴുക്ക് കൊടുക്കുന്ന ഒരു ദിവസം നിന്റെ അമ്മൂമ്മയെ നിന്റെ അപ്പൂപ്പൻ കാണുകയാണ്. ക്യാപിറ്റലിസത്തിൽ ക്യൂ ഇല്ലാന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹം നേരെ പോയി റാണിയുടെ കൈക്ക് പിടിച്ച് ചക്കപ്പുഴുക്ക് വാങ്ങി തിന്നാൻ നോക്കും. അത് പടയാളികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവന്മാര് പിടിച്ചോണ്ട് ഇങ്ങനെ എടുത്തിട്ട് അലക്കും. അപ്പൊ തന്നെ പുള്ളിക്ക് മെയിൽ ഈഗോ ഹർട്ടായി. ഇവളെയും കെട്ടി ഇവളെ കൊട്ടാരത്തിൽ കയറി താമസിച്ച് ഇവളെ പണം അടിച്ച് ഞാൻ അങ്ങ് മുങ്ങൂന്നൊരു ശബ്ദം എടുക്കും. അതിനുവേണ്ടി പുള്ളിയൊരു മല കയറും. എന്നിട്ട് അവിടെ ബാറ്റ് പൊട്ടൊരു കൊതുകുതിരി പോലും വാങ്ങാൻ പൈസ ഇല്ല. അവിടെ ഈച്ച അടിച്ചിരിക്കുന്ന ഒരു ദുരമന്ത്രവാദിയുടെ അടുത്തോട്ട് കയറി ചെന്ന് തനിക്ക് മാന്ത്രിക സിദ്ധികളൊക്കെ ഒപ്പിച്ചു തരാൻ പറയും. അപ്പൊ അങ്ങേര് പറയും ഏകലവ്യ ഗുരുവിന് ചുണ്ണിക്ക
കരഞ്ഞു കൊടുത്ത കണക്ക് നീ എനിക്ക് എന്തെങ്കിലും ഒരു അവയവം കണ്ടിച്ചു തരാൻ പറയും. ഞാൻ പറഞ്ഞ ഗുരുദക്ഷിണയായിട്ട് അവന് 2 കൊതുകുതിരി വാങ്ങിച്ചോടാ, അല്ലെങ്കിൽ മോർട്ടിന്റെ ഒരു കോയിൽ വാങ്ങിച്ചോട്. എന്തിനു വെറുതെ അങ്കലാവുണിയൊക്കെ വെട്ടി വെള്ളസാക്കണം? എന്തായാലും തന്റെ കൈ തന്നെ വെട്ടിക്കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കും. എന്നിട്ട് ഒറ്റ വെട്ടിന് ആ കൈ 2ആക്കി അയാളെ സംതൃപ്തപ്പെടുത്തും. ഇതെന്താ കൈക്കകത്ത് അവല് നിറച്ചു വെച്ചേക്കണം? എന്തായാലും അതിൽ സംപ്രീതനായ നമ്മുടെ ഗുരു ആരുടെ മുഖത്ത് കാക്കിച്ച് തുപ്പി വെച്ചേക്കണം? ഒരു കൊതുവിന് മോന്തയിട തിന്നാൻ കൊടുക്കണം. എനിവേ ശക്തി കിട്ടാനായി സഞ്ജയത്തിന് തലകീഴെ ഒരു പൊട്ടക്കിണത്തിലോട്ട് കുത്തി ഇറക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ചമ്പ്രം പടഞ്ഞിരുന്ന് രാവും പകലും നോക്കാതെ തപസ് അനുഷ്ഠിച്ചോളാൻ പറയും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒടുവിൽ താൻ ആഗ്രഹിച്ച സിദ്ധിയെല്ലാം നേടിയെടുക്കുകയാണ്. ചെവി നക്കണം. അങ്ങനെ ദിഗംബരനായി മാറിയ നമ്മുടെ രാജാസാബിന്റെ അപ്പൂപ്പൻ പുറത്ത് കടന്ന് നേരെ ഇച്ചിരി അമൃതാഞ്ജനും വാങ്ങിച്ച് റാണിയെ കാണാൻ ചെല്ലും. ഈ പടുകൂറ്റൻ കൊട്ടാരത്തിനകത്ത് ഇങ്ങനെ എങ്ങനെ ഒറ്റയ്ക്ക് വന്നു എന്നുള്ളത് ചോദ്യം. സിദ്ധി കൊണ്ടെന്നെങ്കിലും പറയാം. ഈ റാണി ഈ പാതിരാത്രി VFX ആന പോലും പറഞ്ഞിട്ട് കേൾക്കാതെ എന്തിനാണ് താഴോട്ടിറങ്ങി ചെല്ലണം? ഇത്രയും വലിയ കൊട്ടാരത്തിൽ ഇവൾ ഒറ്റയ്ക്കാ താമസിക്കണം. പരിചാരങ്ങൾ എല്ലാവരും കൂടെ തൊട്ടപ്പുറത്ത് ഓയ റൂം എടുത്ത് അവിടെയാണ് താമസിപ്പിക്കണം. ഇതിനകത്ത് വേറെ ആരെയും കണ്ടില്ല. എന്തായാലും റാണിയെ അമൃതാഞ്ജൻ ഇന്ന് കുറച്ചങ്ങ് കഴിക്കും. അതോടുകൂടി ഇവള് വളയും ലവം കെട്ടും രാജാവാകും. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ അവിടുത്തെ പെട്ടിയും പണവും എല്ലാം അടിച്ച് അവ അങ്ങ് മുങ്ങും. മുങ്ങുമ്പോ പോലും കിട്ടിയ സ്വർണ്ണം എല്ലാം ഇട്ട് ഒരു ട്രെയിനിന്റെ മോളിൽ കയറി ഒറ്റക്കാലിൽ തപസ്സിരിക്കുന്നു. ഉച്ചപ്രാന്ത് തന്നെ. പണം എല്ലാം പോയത് രാജ്ഞി കാരണമാണെന്നും പറഞ്ഞ് ആ കൊട്ടാരത്തിന്റെ രാജ്ഞിയെ തന്നെ പിടിച്ച് പുറത്താക്കും. അങ്ങനെയാണത്രേ നമ്മുടെ രാജ്ഞി സ്ട്രീറ്റിൽ എത്തപ്പെടുന്നതും പിന്നീട് അങ്ങോട്ട് ഒറ്റപ്പെട്ട് കൊച്ചുമോനോട് താമസിക്കുന്നതും. അങ്ങനെ ഈ സത്യങ്ങളെല്ലാം മനസ്സിലായ നമ്മുടെ രാജാസാബ് ആനമുടി എന്ന് പറയുന്ന ആമസോൺ കാടിന്റെ ഒത്ത നടുക്കിരിക്കുന്ന സെറ്റിട്ടൊരു കൊട്ടാരത്തിലോട്ട് കയറി ചെല്ലുകയാണ്. പിന്നെ ആ വണ്ടർല മായാവി കേവിനകത്ത് നടക്കുന്നതൊക്കെ അത്ഭുതമാണ് ഗൈസ്. പോരാത്തിന് ആദ്യം ഈ വെപ്പോയിൽ വെച്ച് ഒരുത്തനെ കാണിച്ചില്ലേ, അവനെ അതിനകത്ത് പിടിച്ച് അടച്ചിട്ടേക്കാണ്. അവൻ വന്ന് സത്യമൊക്കെ പറയും, ഇതിനകത്ത് ഒരു സാധനം എടുക്കില്ലേ, ഇതിനകത്ത് നിന്റെ അപ്പൂപ്പന്റെ പ്രേതമുണ്ട്. അങ്ങനെ വിജയം മല്ലയെക്കാളും പണക്കൊതിയനാണ്. പുള്ളി ചത്തിട്ടും ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയിരിക്കും. അതുകൊണ്ട് വിപണിയിൽ ഡോളറിന്റെ മൂല്യം ഇടിയണവരെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയും. അതൊന്നും കേൾക്കാത്ത ഗാരി പറയും, ഈ സ്വത്തിനൊക്കെ എനിക്ക് അവകാശമുണ്ട്, എനിക്കത് വേണമെന്ന് പറയും. സംഭവം ഇങ്ങനെ നേരത്തെ മരിച്ചുപോയി ഗൈസ്. ചത്ത ജഡത്തിന് എന്തിനാ VIP എന്നും പറഞ്ഞു ബോഡി കത്തിക്കാൻ നേരം ഇങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ പോക്കറ്റ് ഉണ്ടായിരുന്ന 500 രൂപയും മോതിരം അടിച്ചു മാറ്റും, ആ ഒരു വാച്ചും. അത് കാരണമാണ് അത്രേ പുള്ളി ഇവിടെ കൊണ്ട് എത്തിച്ചത്. എന്നിട്ട് ഈ കോട്ടയ്ക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ശരിക്കും പ്രഭാസിന്റെ അടുത്ത് ഈ കഥയൊക്കെ പറയുമ്പോൾ പ്രഭാസ് മിണ്ടാതിരിക്കൂടെ? എനിക്ക് ഒന്നിന് പുള്ളി ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഒന്നും മിണ്ടാതിരുന്നതാണ്. അങ്ങനെയായിരിക്കും ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്യണത്. എന്തായാലും പണത്തിൽ കൈവച്ചത് അവിടെ ബസ് പോയിരുന്ന അപ്പൂപ്പന്റെ പ്രേത ഉയർത്തെണീക്കും. എന്നിട്ട് പണത്തിൽ കൈവിട്ട തീർത്ത് കളയും പയലുകളയും പറയും. ഇത് കണ്ട് പേടിച്ച് പ്രഭാസും കൂട്ടരും അവിടെ നിന്ന് ഇറങ്ങി ഓടും. പക്ഷേ ഈ കോട്ടയ്ക്കകത്ത് കയറാം. പുറത്ത് കിടക്കണമെങ്കിൽ അപ്പൂപ്പന്റെ അനുവാദം വേണം. രക്ഷപ്പെടാൻ നോക്കി അവരെ മുന്നിൽ കൂടെ വഴിമാറിയ ജനശതാബ്ദി എക്സ്പ്രസ് പോണു. ഇഞ്ചൊന്ന് തെറ്റിയിരുന്നെങ്കിൽ തല ബോണത്തിരുന്നേനെ. പടം ഫാന്റസി ആയതുകൊണ്ട് മൂഞ്ചസി ആയാലും കുഴപ്പമില്ലല്ലോ. അവളെ നോട്ടം കിടത്തൊന്നും ആരവളെ പെണ്ണ് കാണാൻ വന്നെന്ന്. പിന്നെ സിനിമയിൽ അങ്ങോട്ട് കുറച്ച് അത്ഭുത ഫാന്റസി ഒക്കെയാണ്. ഇതെല്ലാം നമ്മുടെ അപ്പൂപ്പന്റെ മാന്ത്രിക വിദ്യയാണ്. അപ്പൂപ്പന്റെ ഇല്യൂഷനിൽ പെട്ടിരിക്കുകയാണ് ഇവർ. ചത്തുപോയ അപ്പൂപ്പൻ തന്റെ മന്ത്രവിദ്യ കൊണ്ട് ആദിവന്റെ അൽഫാമായി ഇറങ്ങി വന്ന് ഇവരെ പേടിപ്പിക്കും. അമ്മേ ദുർഗാദേവി രക്ഷിക്കണമേ. ഇത്തരം ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ ചുട്ട അൽഫാം പോലൊരു പ്രേതം നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? പേടിച്ച് പുതുപ്പനടിയിൽ ഒളിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ പ്രഭാസ് ഗാരു അങ്ങനല്ല. പുള്ളി എല്ലാരും നോക്കി നിൽക്കി നായികയുടെ അടുത്തോട്ട് നേരെ ചെല്ലും. ഇവൾ എങ്ങനെയാണ് നനഞ്ഞതെന്ന് ചോദിക്കരുത്. എന്നിട്ട് അവൾ ഇടുപ്പ് നോക്കി റൊമാൻസ് കാണിക്കും. എടാ ഇത് എങ്ങനെടാ നിങ്ങൾക്ക് ഈ സമയത്ത് ഇവിടെ എങ്ങനെ ഒരു സീൻ കുത്തിക്കയറ്റാൻ തോന്നിയാ? പേടിച്ച് മൂത്രം പോയിരിക്കുന്ന സമയത്തെ സ്വാരസ്യം കാണിക്കാൻ നിനക്കൊക്കെ എങ്ങനെയാ പറ്റണ? ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലോട്ട് ബാങ്കും ബാറും തമ്മിലുള്ള കണക്ഷനെങ്കിലും വേണ്ടേടാ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ പാപ്പ ന്യൂഗുനിയയിൽ ഇരിക്കണം മനുഷ്യര് കണ്ടെത്താത്ത ഈ കാട്ടിനെ നടുക്കിരിക്കണം ഈ കൊട്ടാരത്തിനകത്ത് അടുത്ത നായികയും കൂടി വരെയാണ്. എനിക്ക് അറിയാമതൊരു ചോദിക്കുകയാണ്, ഇവരൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഇത് കണ്ടുപിടിക്കണത്? അവൾ വരുമ്പോ കൂടെ ഒരു മൊണ്ണയും കൂടെ കൊണ്ടുവരും. പിന്നെ അവർ രണ്ടും കൂടെ അതിനകത്ത് ഇടന്ന് അവരാധിക്കും. ഇതൊക്കെ കോമഡി ആണെന്ന് ഹൊറർ ആണെന്നൊക്കെ നമ്മൾ അങ്ങ് നിരൂപിച്ചോണം. അവനൊക്കെ ഹൊറർ കോമഡി പടം എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പടം ഹൊററാക്കി വെച്ചേക്കണം. ഐ മീൻ ഹൊറർ പടം ഹൊറർ മനസ്സിലായോ? ഇതിനിടയിൽ കുറെ അപരാധങ്ങൾ വന്നു പോകുന്നുണ്ട്. നമ്മളെ പേടിപ്പിക്കണമെന്നും പറഞ്ഞ് നണ്ണ് സിനിമയിലെ സീനൊക്കെ എടുത്ത് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണ്. യവന്മാരിനി ചൂണ്ടമാക്കി സന്തോഷ് പണ്ഡിതിന്റെ കൃഷ്ണനും രാധയും മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് വല്ലതും ചൂണ്ടി അങ്ങനെ വായിട്ടലയ്ക്കുന്നുള്ളതാണ് അവരത് ചെയ്യാത്ത. പിന്നെ പടത്തിൽ ഹൊറർ അടക്കുന്നു, റൊമാൻസ് അടക്കുന്നു, ഡാൻസ് വരുന്നു, പാട്ട് വരുന്നു, കാറ്റടിക്കുമ്പോ കൊടിമര അനങ്ങളെ പോലത്തെ കുറെ സ്റ്റെപ്പ് വിട്ട് പ്രഭാസ്കാരിൽ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇവർക്ക് ഇവിടെ നിന്ന് പുറത്തു കിടക്കണം. അപ്പൂപ്പനെ പിടിക്കുകയും വേണമല്ലോ. അങ്ങനെ പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആയ ബൊമ്മൻ ഇറാനിനെ കൊണ്ടുവരികയാണ്. ദേ അവിടെ ഒരു വാതിലുണ്ട്, ഒരു കാരണവശാലും ആ വാതിൽ തുറക്കുകയും ചെയ്യില്ലെന്ന് പറയും. ശേഷം നമുക്കൊന്ന് ഇൻസെപ്ഷൻ കളിച്ചാലോ എന്ന് ചോദിക്കും. പ്രഭാസ് ഓക്കെ പറഞ്ഞതും അവർ രണ്ടുപേരും കൂടെ അപ്പൊ തന്നെ ഇൻസെപ്ഷനിൽ ഡ്രീം ബാക്കിയാണ് ആ ഒരു സീൻ അടിച്ചു മാറ്റി ഇവിടെ അങ്ങ് വെക്കും. പക്ഷെ ഉറങ്ങിപ്പോയ പ്രഭാസിനെ നമ്മൾ അപ്പൂപ്പന്റെ ലോകത്തോട്ട് കൂട്ടിക്കൊണ്ടു പോകും. അവിടെ നോക്കുമ്പോഴേ അപ്പൂപ്പ അടുത്ത പെരുന്നാളിനുള്ള ഇറച്ചി വെട്ടാണ്. സംഭവം സ്വപ്നത്തിൽ കണ്ടുകയാണെങ്കിലും അത് റിയൽ ആയിട്ട് നടന്നതാണ് ഗൈസ്. വെട്ടി
ഇറച്ചിനെ കുഴിമന്തി ആക്കാനായിട്ട് കുഴിയിലോട്ട് ഇറക്കി വെച്ചേക്കായിരുന്നു. അത് അവര് കണ്ടുപിടിക്കും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ബോംബൻ ഇറാൻ ഇത്ര മതി എന്ന് പറഞ്ഞു പുള്ളി അപ്പൂപ്പൻ നേരെ എടുത്ത് അടുത്ത പറമ്പിലോട്ട് ഒറ്റ എറി. അതുകൊണ്ടും തീർന്നെന്നാണോ ഈ അപരാധം? തൊട്ടടുത്ത സീനിലെ അടുത്ത നായികയും ഒരു ഊബർ വിളിച്ച് ഇവിടെ അങ്ങ് വരും. എടാ ഇവള് കല്യാണത്തിന് പോകാൻ വന്നേടാ. കറുത്ത ലാച്ചയിട്ടൊരു പെട്ടിയായിട്ട് അവള് വന്നേക്കാണ്. ഇത് എങ്ങനെയാടാ എല്ലാവരും ഈ കാട്ടിൽ പറഞ്ഞ? അങ്ങനെ ത്രികോണത്തിൽ മൂഞ്ചിക്കുന്ന പ്രഭാസിന്റെ തൊട്ടു പുറകെ കുറെ മല്ലന്മാർ അങ്ങോട്ട് വരെയാണ്. സംഭവ ഗോമാരെ കൂട്ടത്തിലുള്ളവന്മാരെയാണ് അപ്പൂപ്പം കുഴിമന്തിയൊക്കെ മസാല തേച്ച് കുഴിയിലോട്ട് ഇറക്കിയത്. അതിന് പകരം ചോദിക്കാൻ വന്നതാണ് അവന്മാര്. എന്നിട്ട് അവരെല്ലാവരോട് ചേർന്ന് പ്രഭാസിനെ പിടിച്ചു വെക്കുന്നു. ബൊമ്മ മൊണ്ണ തുറക്കലെന്ന് പറഞ്ഞ ആ വാതിലിലേക്ക് നോക്കുന്നു. നേരെ ആ വാതിൽ പൊട്ടിച്ച് അകത്തേക്ക് കയറുന്നു. ശേഷം ഗ്രാവിറ്റി ഗള്ളിവറിന്റെ യാത്രകൾ എന്ന പുസ്തകം വായിക്കാനായിട്ട് ഇരുത്തിയിട്ട് അപ്പൂപ്പം കൊച്ചുമോനെ ദേഹത്തങ്ങ് ആവാഹിച്ച് കയറി തലകുത്തനെ ഇങ്ങനെ നടന്നു വരികയാണ്. പിന്നെ അല്പസമയത്തേക്ക് തിയേറ്ററിൽ ഇരുന്ന് കണ്ട ആൾക്കാർക്കും ഗ്രാവിറ്റി നഷ്ടമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും വലിയൊരു ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി രാജസാബ് ഡാൻസ് കളിക്കാൻ പോകും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി എവിടെ പോയി തലയിറങ്ങി മറഞ്ഞടിച്ച് വീഴും. മുത്തശ്ശി ഹോസ്പിറ്റലായത് അറിഞ്ഞ കൊച്ചുമോൻ ഒന്നും നോക്കാതെ നേരെ ഹോസ്പിറ്റലിലോട്ട് വരും. അവിടെ നിന്ന് എങ്ങനെ പുറത്തു കിടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വഴിയാ പറയാം. പെട്ടെന്നതാ അവിടെ ഒരു ട്വിസ്റ്റ്. പ്രഭാസ് ഹോസ്പിറ്റലുണ്ട് എന്നാ കാട്ടിലുണ്ട്, പ്രഭാസ് ഹോസ്പിറ്റലുണ്ട് എന്നാ കാട്ടിലുണ്ട്. അതായത് ഗൈസ് ഇതൊരു ഇല്യൂഷൻ ആണ്. പ്രഭാസ് എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെയാണ് ഉള്ളത്. ഇയാൾ ഇല്യൂഷനിൽ ഇപ്പൊ എടുത്തു വെച്ചേക്കാണ് പ്രഭാസിനെ. ചുമ്മാ മനസ്സിന് ഡിപ്രഷൻ ആക്കണം എന്ന് പറഞ്ഞ് പ്രഭാസിന് ദേഷ്യം വന്ന് നേരെ പോയി അവിടെയുള്ള പണം അത്രയും കത്തിക്കാൻ നോക്കും. പണം ഒന്ന് അലഞ്ചേല് പണത്തെ സാപ്പിടുമെന്ന് പറഞ്ഞ് പണം തീയിട്ട് കത്തിക്കാൻ നോക്കുമ്പോ ശരിക്കും കത്തുന്നത് പണമല്ല ഗൈസ്, അവിടെ പിണമായി കിടന്ന അമ്മൂമ്മയാണെന്ന്. അതും ഒരു ഇല്യൂഷൻ. എന്റെ പൊന്നു ഗൈസ്, ഇല്യൂഷൻ എന്നും പറഞ്ഞ് ഇവന്മാര് എന്തോന്നൊക്കെ അവരാതോണെന്തോ കാണിച്ചു വെച്ചേക്കണം. ഒരു പിണ്ണാക്ക് ലോജിക്കലി കറക്റ്റ് ആവത്തുമില്ല. ലാസ്റ്റ് കൊണന്മാർ നമുക്ക് ഇല്യൂഷൻ ആകും. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പൂപ്പനെ അമ്മൂമ്മേനെ കൊല്ലണം, അതും നാച്ചുറൽ ഡെത്ത് ആയിരിക്കണം. എന്നാ അപ്പൂപ്പൻ പുനർജനിക്കും, പഴയ യൗവനവും തിരിച്ചു കിട്ടുമെന്ന്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഡയറക്ടർക്കും അറിഞ്ഞൂടാ, പ്രഭാസിനും അറിഞ്ഞൂടാ, തിരക്കഥാകൃത്തിനും അറിഞ്ഞൂടാ, പ്രൊഡ്യൂസർക്കും അറിഞ്ഞൂടാ, നമുക്കും അറിഞ്ഞൂടാ. കിളവയാണെങ്കിൽ ഒട്ടും ചവയില്ല. ഒടുക്കം വട്ടായ പ്രഭാസ് മനസ്സിൽ മുത്തശ്ശിനെ ധ്യാനിച്ച് അപ്പൂപ്പന്റെ ഇല്യൂഷൻ നിന്ന് പ്രഭാസ് രക്ഷപ്പെടുകയാണ്. ശേഷം മുത്തശ്ശിയുടെ ശക്തി കൊണ്ട് പ്രഭാസ്കാർ ഒരു വമ്പൻ ശക്തനായി മാറുകയാണ്. അപ്പൊ തന്നെ അപ്പൂപ്പ അവിടെ ഒരു മുതലേനെ വിടും. പിന്നെ ആ മുതലായിട്ടിരുന്ന് ഫൈറ്റ് ചെയ്യും. ഈ മുതല, കടുവ, കരിമ്പുലി ഇങ്ങനെയുള്ള ജീവികളെ എല്ലാം ഇപ്പൊ വെറും ചെണ്ടയാക്കി വെച്ചേക്കാണ്. നാണം കെട്ട ആ മുതല തലയല്ലി ചത്തെന്നാണ് തോന്നണത് എനിക്ക്. മുതലേ കൊന്നുടൻ കുറെ കിങ്കരന്മാരെ വിടും. അവിടെ ചുമ്മാ പ്രതിമയായിട്ടിരുന്ന കിങ്കരന്മാർ പ്രഭാസിനെ വന്ന് എടുത്തിട്ട് ഇടിക്കും. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാസ് അവരെ ഇടിച്ച ആ ഇടിയൊക്കെ കേൾക്കുന്നത് പ്രഭാസിന് തന്നെയാണ്. പ്രഭാസ് അവരെ കുത്തിയ ആ വേദനയും ആ ചോരയും വരുന്നത് പ്രഭാസിൽ നിന്ന്. എടാ സത്യം പറ, ഇത് നിങ്ങൾ വൺ പീസ് എന്ന് ചൂണ്ടിയതല്ലേ? ബേസിൽ ഹോക്മാന്റെ സ്ട്രോ ഫ്രൂട്ട് അല്ലടാ ഇത്. എന്തായാലും മോന്തയിൽ വേറുള്ള വോമാരാ പ്രഭാസുകാര് കൊല്ലും. വായിക്കൂടാ വയറിളക്കം വരണ. ഒടുവിൽ ഫൈനലി തന്റെ ഒരു ടെക്നിക്കും പ്രഭാസിന്റെ അടുത്ത് നടക്കുന്നില്ല എന്ന് മനസ്സിലായ അപ്പൊ തന്റെ ട്രംപ് കാർഡ് ഇറക്കുകയാണ്. കുറച്ച് സാഡ്മാൻ, കുറച്ച് ഇലക്ട്രോ, ലേശ അബോമിനേഷനും കൂടെ മിക്സ് ചെയ്തൊരു ജീവിനെ ഉണ്ടാക്കി പ്രഭാസ് ഗാരുവിന്റെ മുന്നിലോട്ട് ഇറക്കി വിടുകയാണ്. എന്നിട്ട് ഗാരുവിനെ പിടിച്ച് തന്റെ കൈകളിൽ അമർത്തി ബൂസ്റ്റും ഗ്ലൂക്കോസും മൊത്തം വലിച്ചെടുക്കും. ഇത്രയും വലിയ വില്ലനെ തോപ്പിക്കും. സനാതന ധർമ്മം ആചരിക്കുന്ന ഈ രാജ്യത്ത് കാളിമാതാവല്ലാതെ പിന്നെ ആര് വരാൻ? അങ്ങനെ കാളിമയുടെ അനുഗ്രഹത്തോടു കൂടി പ്രഭാസ് ഗാരു ഒരു ശക്തിമാനായി മാറുകയാണ്. ശക്തിമാന്റെ പഞ്ചഭൂതം ഇറങ്ങുന്ന പോലെ ഗാരുവിന്റെ പഞ്ചഭൂതം ഉണരും. ഒടുവിൽ നറുട്ടോയിലെ സസുക്കി ഉച്ചയെ പോലെ എല്ലാ ചക്രം ഉണർത്തി ശക്തിമാനായി മാറി. മാർവലിൽ നിന്ന് ക്യാപ്റ്റൻ മാർവലിന്റെ പവർ ആവാഹിച്ചെടുത്ത് ഒരൊറ്റ പഞ്ച്. അതോടുകൂടി നമ്മുടെ ഭീകരൻ കബൂം. അത് കഴിഞ്ഞ് പ്രഭാസ് തന്റെ ത്രികോണ പ്രശ്നത്തിൽ വിളിച്ചോടാനായി ശക്തിമാനെ പോലെ കറങ്ങി ഒരു സർക്കസ് കൂടാരത്തിനകത്ത് ചെന്ന് കയറിയാണ്. അവിടെ നോക്കുമ്പോ പ്രഭാസ്കാരും ഇതാ ജോക്കറെ പോലെ ഇരിക്കണം. ഈ അപരാധത്തിന് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന്. എന്റെ തലയൊക്കെ വേദനിക്കണ്. എന്റെ അമ്മോ, ഈ പടം തീർക്കാൻ പറ്റ പാട്. എനിക്കൊന്ന് കിടക്കണം. 3 മണിക്കൂറിന് പുറത്തുണ്ട് ഗൈസ് ഈ പടം. ശരിക്കും ഇത് തിയേറ്ററിൽ ഇരുന്ന് കണ്ട ആൾക്കാരുടെ പാപം മൊത്തം പോയി കാണും. യേശുക്രിസ്തു ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കുരിശ് കയറണ്ടായിരുന്നു. ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി അങ്ങനെ കുരിശ് കയറിയത് പോലെ തന്നെ ആയിരുന്നു. ഞാൻ ഇതിൽ കൂടുതൽ ഒന്നും പറയണില്ല. എന്റെ നാക്കൊക്കെ പെത്ത്. നിങ്ങൾക്കൊക്കെ ലേശമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ എനിക്ക് ലൈക്കും ഹൈപ്പും തരണം. ഇല്ലെങ്കിൽ നിനക്കൊക്കെ പാനിന്റെ ശാപം കിട്ടണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അത് നമ്മൾ ഇനിയും കാണും. താങ്ക്സ്. ലവ് യു.